നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഈ പാട്ട് പാടിയപ്പോ. നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി. എനിക്കിത് സന്തോഷമാണോ സങ്കടമാണോ ഈ പാട്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് പറയുന്നുണ്ട് മോനെ സന്തോഷമാണ്, എന്നിട്ട് തുടങ്ങുമ്പോൾ മിഴിയോരം നനയുകയോ സന്തോഷം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആനന്ദാശ്രു എന്നൊക്കെ പറയുന്ന പോലെ സന്തോഷം കൊണ്ട് കണ്ണുനീര് വരുന്നല്ലോ ആയിരിക്കും. നിറമിഴികൾ മായാതെന്നിൽ നീറുമ്പോഴും തണലുകളാ തീരത്തെത്തും. ഞാൻ പാടണമെന്ന് ആരെങ്കിലും ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പാടിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സംഭവിക്കുന്ന എല്ലാം നല്ലതിനെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എപ്പോഴെങ്കിലും പാട്ട് പാടിയിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ ഉണ്ടോ? പാട്ട് കേട്ട് കരഞ്ഞിട്ടുണ്ട്, പക്ഷെ പാട്ട് പാടി കരഞ്ഞിട്ടില്ല. ശരിക്കും അങ്ങനെ ജാടില്ലാത്ത ആളാണോ? ജാട ഉണ്ടാവേണ്ട ആവശ്യമില്ല, അതിന് തക്കമുള്ള ഒരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആളുകള് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് ഗൂഗിൾ വിചാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ആരോ പരിചയപ്പെടാൻ എന്തോ വന്നിരുന്നു, അപ്പൊ നമുക്ക് അവരെ അറിയത്തില്ലല്ലോ, അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മളെ ചായ കുടിച്ച് നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഇവൻ ഭയങ്കര ജാടയാണ്, ഇവൻ നമ്മളെ കണ്ട മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ. ഇപ്പൊ നമ്മളെ ആൾക്കാരെ അറിയുന്നുണ്ട് ഇല്ല എന്നൊന്നും നമുക്കറിയില്ല. ആൾക്കാരെ അറിയപ്പെടുന്ന ഒരു ആളാകുമ്പോൾ എല്ലാവരും കണ്ടിങ്ങനെ ഒരു പ്രസന്റബിൾ ഫേസ് വെക്കണം എന്നുള്ളത് ഞാൻ ചിലപ്പം വിട്ടുപോകും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ചില പാട്ടുകൾ, ചില ശബ്ദങ്ങൾ നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ പാട്ടുകളും ശബ്ദങ്ങളും നമ്മളെ ഹൃദയത്തിൽ അങ്ങനെ സ്ഥാനം പിടിക്കും. റീസെൻ്റായി മലയാളി പ്രേക്ഷകർ അങ്ങനെ നെഞ്ചിലേറ്റിയ ഒരു പാട്ടുണ്ട്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന സിനിമയിലെ കഥ തുടരുമെന്ന ഗാനം. ആ പാട്ടിൻ്റെ മാൻ എൻ്റെ മുന്നിലുണ്ട്, ഗോകുൽ ഗോപകുമാർ. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. താങ്ക് യു. ഞാനിന്ന് റൂമിൽ നിന്ന് ഓഫീസിലേക്ക് വരുമ്പോൾ എൻ്റെ റൂംമേറ്റ് പോലും ഈ പാട്ടിങ്ങനെ ലൂപ്പായി കേട്ടോണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയ ഒരു മാസം കഴിഞ്ഞു, അപ്പോൾ ഇപ്പോഴും ആളുകൾ ഈ പാട്ടിലിങ്ങനെ ലൂപ്പായി കേട്ടോണ്ടിരിക്കുക. എന്ത് തോന്നുന്നു? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനിത് പാടിയപ്പോഴും ഇത് ഇറങ്ങിയപ്പോഴും ആൾക്കാർ ഇങ്ങനെ അത് ഏറ്റെടുക്കും, എനിക്കൊരു ഏകദേശം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു മൂവി, പിന്നെ ആ ടൈറ്റിൽ ട്രാക്കിൽ ലാലേട്ടൻ്റെ അത്രയും നല്ല ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം ആകുമ്പോൾ ഒരു മിനിമം ആൾക്കാർ കേൾക്കും എന്നറിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾ പോകുന്തോറും ആൾക്കാർ ഇത് കൂടുതൽ കേട്ടിട്ട് ഒരു സ്ലോ ബേണിങ് പോലെ തരുൺ ചേട്ടൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റിലീസ് ആവുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചതിൽ ഒത്തിരി സന്തോഷം. ഈ പാട്ട് ലിറിക്സ് വളരെ കുറവാണ്, അതായത് ചെറിയ ചെറിയ വേർഡ്സ് ആണ്, പക്ഷെ ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് തരുന്നത്. ഇപ്പോൾ മലയാളി പ്രേക്ഷകരല്ലാതെ വേറൊരു പ്രേക്ഷകരാണ് ഈ പാട്ട് കേൾക്കുന്നത്. അവർ പാട്ട് ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ലിറിക്സ് അറിയില്ല. അവർക്ക് എങ്ങനെയാണ് ഗൂഗിൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഈ പാട്ടിനെ കുറിച്ച്? എനിക്ക് അത് വല്ലാത്ത ചോദ്യമാണല്ലോ. അത് എനിക്ക് തോന്നുന്നു അത് വിഷ്വൽസ് ഡെഫിനറ്റ്ലി കാണുമ്പം ഏകദേശം അവർക്ക് തന്നെ ഒരു വൈബ് കിട്ടും. പിന്നെ തന്നെയല്ല അതിൻ്റെ ഒരു മെലഡി കേട്ടിട്ട് അവർക്ക് എന്താണോ തോന്നുന്നത് അത് എടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ ഇന്റർപ്രിട്ടേഷനാണ് പാട്ടുകളെ പറ്റി. ഇപ്പൊ ഒരാൾ പാട്ട് പെർസീവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ അത് കേൾക്കുമ്പോൾ. ഗൂഗിളിന് എന്താണ് ഈ പാട്ട് കേട്ടിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനിൽ പറയാൻ തോന്നിയാൽ? സിമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഈ പാട്ട് പാടിയപ്പോൾ. എനിക്കിത് സന്തോഷമാണോ സങ്കടമാണോ ഈ പാട്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പാടിയ സമയത്ത് അങ്ങനെ ഒരു വലിയൊരു ഡിസ്ക്രിപ്ഷൻ ഒന്നും എനിക്ക് തന്നിരുന്നില്ല. അപ്പം ഇടയ്ക്ക് പറയുന്നുണ്ട് മോനെ സന്തോഷമാണ്, എന്നിട്ട് തുടങ്ങുമ്പോൾ മിഴിയോരം നനയുകയോ സന്തോഷം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആനന്ദാശ്രു എന്നൊക്കെ പറയുന്ന പോലെ സന്തോഷം കൊണ്ട് കണ്ണുനീര് വരുന്നല്ലോ ആയിരിക്കും. അപ്പൊ പാട്ട് പാടുന്ന സമയത്ത് വേറൊരു ഇമോഷൻ ആയിരുന്നോ? പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്താണ് പാടുന്നതെന്നും എവിടെ ഇത് പ്ലേസ് ചെയ്യുന്നു. ടൈറ്റിൽ ട്രാക്കാന്ന് അറിയായിരുന്നു, പക്ഷെ എന്തിനെ സംബന്ധിച്ചാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ആ ഇമോഷൻ മാറിയോ? ഇപ്പൊ മാറി. ഇപ്പൊ അതാണല്ലേ പാടിയതെന്ന്. സ്റ്റാർ സിംഗർ സീസൺ 9 ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട
ഒരു കണ്ടസ്റ്റന്റ് ആണ്. അത് പാട്ടിലൂടെ മാത്രമല്ല സംസാരത്തിലൂടെ ആയാലും. അപ്പൊ ആ സ്റ്റാർ സിംഗർ എന്ന ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം ഗൂഗിളിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ഗൂഗിളിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോം? ഡെഫിനറ്റ്ലി സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ടാണ് നമുക്കിത് പാടാൻ പറ്റിയതും. ലൈക്ക് നമ്മൾ ഇപ്പൊ കുറെ ടാലൻസ് ഉണ്ട്, അപ്പം മ്യൂസിക് ഡയറക്ടേഴ്സിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറച്ച് പാടാണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ലൈക്ക് കുറെ മെസ്സേജസ് അവർക്ക് വരുന്നുണ്ടായിരിക്കും. മെസ്സേജസ് അയച്ചിട്ടുണ്ടോ അങ്ങനെ? അല്ല, പിന്നെ ഞാൻ നേരത്തെ കുറെ പേർക്ക് അയച്ചിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഈയിടെ സ്റ്റാർ സിംഗറിന്റെ ഒക്കെ സമയത്ത് പോലും ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഞാൻ പാട്ടുകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെ കുറച്ച് ആൾക്കാരെ അത് കാണാറുള്ളൂ, കണ്ടാലും അതിലും കുറച്ച് ആൾക്കാരെ അതിനെ റിപ്ലൈ തരാറുള്ളൂ. അപ്പം സ്റ്റാർ സിംഗർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എത്തിപ്പെടുന്നത് കുറച്ചും കൂടെ ഈസിയാണ്. ലോകം അറിയും. ഇപ്പൊ തന്നെ ഞാനിപ്പോ ഈ പാട്ട് പാടിയിരുന്നെങ്കിൽ ഹിറ്റ് ആയേനെ, ചിലപ്പോൾ പാട്ട് ഇതുപോലെ തന്നെ ഹിറ്റ് ആയേനെ. പക്ഷെ എന്തായാലും ആൾക്കാരൊക്കെ എന്റെ ഫേസ് അത്രയും ഫെമിലിയർ ആവില്ല. അത് സ്റ്റാർ സിംഗറിൽ വന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം സ്റ്റാർ സിംഗറിൽ വീണ്ടും തിരിച്ചു പോയപ്പോ ചിത്ര ചേച്ചി ആയാലും അവിടെയുള്ള മറ്റു ജഡ്ജസ് ആയാലും അവർക്ക് ഭയങ്കര പ്രൗഡാണ്. ഇവിടുന്ന് പോയൊരു കുട്ടി ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടോടെ വീണ്ടും തിരിച്ചു വരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് എപ്പോഴും പേടിയാണ് അങ്ങോട്ട് പോവാൻ. അവിടെ ചെല്ലുമ്പോ തന്നെ ആ വെണ്ണല ആ സൈഡിലോട്ട് വളയുമ്പോ തന്നെ ഭയങ്കര ടെൻഷനാ. കാരണം നമ്മള് ശീലിച്ചിരുന്ന അങ്ങനെയാണല്ലോ, നമ്മുടെ റൗണ്ട്സ് അല്ലെങ്കിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ടുള്ള അങ്ങോട്ട് പോകുന്നത്. അപ്പം ഇപ്രാവശ്യം ഞാൻ ഗസ്റ്റ് ആയിട്ടാ വിളിച്ചെങ്കിൽ കൂടി ഞാൻ അത് മറന്നിട്ട് വളർന്നു തിരിയുമ്പോ എന്റെ അച്ഛനമ്മ ഇവിടെ അയ്യോ നീ പേടിക്കണ്ട പാടാൻ പോവല്ലോ എന്നുള്ള സാധനം. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ചെല്ലുമ്പോ തന്നെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ ട്രീറ്റ്മെന്റ്. ഞാൻ എന്നിട്ട് മെയിൻ LED വോളൊക്കെ തുറന്നു വരുന്നു. സാധാരണ നമ്മൾ വെറുതെ കയറി ചെല്ലും. അപ്പൊ അങ്ങനത്തെ ഒരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ തന്നെയല്ല ആ സ്റ്റേജിലേക്ക് എൻ്റർ ആയപ്പോ വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു. ടെൻഷനുണ്ട്, സന്തോഷമുണ്ട്, പ്രൗഡാണ്. അത്രയും എന്താ പറയാ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു അങ്ങോട്ട് കയറിയപ്പോ. പിന്നെ ഇവരുടെയൊക്കെ മുമ്പിൽ പാടിയപ്പോ ഒത്തിരി സന്തോഷമായി, അവർക്കും സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. കാരണം അവരും കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ലൈക്ക് എന്നെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാനും കുറെ തെറ്റുകളൊക്കെ പറഞ്ഞു തരാനും. അപ്പം അതെല്ലാം ചെയ്ത് അവരുടെയും കൂടെ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് ഇങ്ങനെ വന്നത്. ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആയിട്ടുള്ള ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? ഒരുപാട് സ്ഥലത്ത് പാടിയെന്ന് അറിയാം, പക്ഷെ ആസ് എ പ്രേക്ഷക ഒന്ന് ഒരാളെ കിട്ടുമ്പോ നമുക്ക് മുന്നിൽ ഒരു പാടാൻ ആഗ്രഹം. നനയുകയോ മനമെങ്ങോഴുകയോ. കഥ തുടരുമെന്ന് പറയുന്ന പോലെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണോ ആ സോങ്ങിന്? എന്തോ ഒരു വിഷമമുണ്ട്, പക്ഷേങ്കിൽ അവിടെ പറയുന്ന കഥ തുടരും. മനസ്സിലായി. എന്തോ ഒരു ബ്യൂട്ടിഫുൾനെസ് ആ ഒരു സോങ്ങിനുണ്ട്. ഭയങ്കര സൈലന്റ് ആണ്, പക്ഷെ പോയറ്റിക് ആണ്. ഗൂഗിൾ എങ്ങനെയാ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ഇത് എന്താ കഥയുടെ ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. ഇപ്പം ജേക്ക് ചേട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു അച്ഛൻ മകൻ ബന്ധം അത് തന്നെയാണ്. ഇപ്പം യൂട്യൂബിൽ ഇറങ്ങിയപ്പോഴും ഹരിജിയും ഞാനും ഡ്യുവറ്റ് പോലെ അത് പാടിയിരിക്കുന്നത്. അപ്പൊ അതുണ്ട്, കഥയുടെ ഇതായിട്ടുണ്ട്. പിന്നെ തന്നെ മോഹൻലാൽ സാറിന്റെ കരിയർ ആയിട്ടും ഈ പാട്ടിനൊരു ബന്ധമുണ്ട്. അതായത് ഇനിയും അദ്ദേഹത്തിന്റെ കഥ തുടരും എന്ന് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്ത് പാടാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ മോസ്റ്റ്ലി അതിനെ കണക്ട് ചെയ്യുന്നത്. നമുക്ക് ആ സിനിമ ആ ടൈറ്റിൽ ഈ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഒരു ഫീലും, പിന്നെ ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഈ പാട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോൾ വേറൊരു ഫീലും ആണ് തോന്നുന്നത്. ഓക്കെ, ആണോ? അത് നിങ്ങളാണ് പറയണ്ടത്. സിനിമ കണ്ട് കരഞ്ഞിട്ടുണ്ടോ? ഈ സിനിമയോ? ഈ സിനിമ കണ്ട് കരഞ്ഞൊന്നുമില്ല, പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു ഉള്ളില്. പിന്നെ ഈ പറയുന്ന പോലെ ഇമോഷണൽ ആക്കുന്ന മൊമെന്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പൊട്ടിക്കരഞ്ഞൊന്നുമില്ല. പക്ഷെ അങ്ങനെ കുറെ പേര് കരയുന്നത് ഞാൻ കണ്ടു കേട്ടോ, തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ. എന്താണ് ഗൂഗിൾ? എവിടെയാണ് ജനിച്ചത്? എന്തായിരുന്നു പഠിച്ചത്? അതൊന്ന് പറയോ? ഞാൻ ആക്ച്വലി ജനിച്ചത് നാട്ടിൽ തന്നെയാണ്. പക്ഷെ ജനിച്ചിട്ടൊരു 6 മാസത്തിനുള്ളിൽ തന്നെ അബുദാബിയിലേക്ക് പോയി. അവിടെയായിരുന്നു അച്ഛൻ വർക്ക് ചെയ്തത്. 6th വരെ അവിടെ പഠിച്ചു. പിന്നെ കുറച്ചുകാലം നാട്ടിൽ പഠിച്ചു. പിന്നെ ആ സമയങ്ങളിലൊക്കെ ഞാൻ പാട്ട് പഠിക്കാൻ. പ്ലേസ് അല്ല, ആലപ്പുഴ കുട്ടനാടാണ് സ്ഥലം. അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗോൾഡൻ മ്യൂസിക് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാട്ട് പഠിച്ചു. പിന്നെ നാട്ടിലേക്ക് വന്നു. പിന്നെ കുറച്ചാലും വീണ്ടും അവിടെ പഠിച്ചു. അപ്പോഴൊക്കെ പാട്ട് മാറി മാറി മാസ്റ്ററുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സൈക്കോളജി പഠിച്ചു, ഡിഗ്രി കോളേജ് മാന്നാനം കോട്ടയത്ത്. പിന്നെ PG ചിന്മയിൽ ചെയ്തു. പിന്നെയാണ് സ്റ്റാർ സിംഗർ. എങ്ങനെയായിരുന്നു ഹരിഹരൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്? ഹരിജിയുടെ കൂടെ ഞാൻ ആക്ച്വലി ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുള്ളി പാടുന്നുണ്ടെന്ന്. ഞാനത് ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് വർക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷെ പാടി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വന്നപ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടായി. കാരണം
അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ലെജൻഡാണ്. അത്രയും പേരുള്ളൊരു ലൈക്ക് വേൾഡിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. സോ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചൊരു സ്പേസ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെയായിരുന്നു ആ ഒരു ബാൻഡായിരുന്നു ഒരു ആളുകളിലേക്ക് ഒരു ശ്രദ്ധ നേടാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജ്? ഓക്കെ, ഇത് ഞാൻ ആക്ച്വലി PG പഠിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഫ്രഷേഴ്സ് ഡേക്ക് പാടിയതാണ്. എൻ്റെ അല്ല, അത് എൻ്റെ ആണോ ജൂനിയേഴ്സിൻ്റെ ആണോ ഞാൻ ഓർക്കുന്നില്ല, ജൂനിയേഴ്സിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പം ബാൻഡ് ഇസ് ഡിഫറെന്റ്. അതായത് ഞാൻ കോളേജിൽ പഠിച്ചപ്പം ഒരു ഫസ്റ്റ് ഇയർ തന്നെ അവിടെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, ആഴി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലേക്ക് ഞാൻ സിംഗറായിട്ട് പോവായിരുന്നു. പിന്നീട് കോളേജിൽ ഷോസ് ഒക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് PGക്ക് പഠിച്ചപ്പം ആ ബാൻഡിനെ ഇവര് വിളിച്ചു ഇവിടെ ഷോ ചെയ്യാൻ വേണ്ടി. കുറച്ചു പേർക്ക് അറിയായിരുന്നു, കോളേജിൽ ബാൻഡൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഓബ്വിയസ്ലി ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്തു. ഇപ്പൊ ഈ നമ്മള് സ്റ്റാർ സിംഗറിൽ നിൽക്കുമ്പോ ഒരുപാട് ക്രിറ്റിസിസംസ് ഒക്കെ കിട്ടും. ചിലപ്പോൾ പാട്ട് പാടിയിട്ട് തന്നെ ആവണമെന്നില്ല, നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ആ ഒരു ക്രിറ്റിസിസം കിട്ടും. ആ സമയത്ത് എപ്പോഴെങ്കിലും അയ്യോ ഞാനിത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതല്ല, എന്തിനാണ് അങ്ങനെ ചെയ്തത്, ആ രീതിയിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഈ പബ്ലിക് ക്രിറ്റിസിസം നേരിടുന്ന സമയത്ത്? എനിക്ക് എൻ്റെ ഒരു അറിവിൽ എന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ക്രിറ്റിസിസം ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മുടെ മനസാക്ഷിക്ക് നേരുന്ന കാര്യങ്ങളാണോ ചെയ്തിരിക്കുന്നത്. അതാ ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഗൂഗിൾ എങ്ങനെയാണ് ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതിന്റെ നടുക്കെന്ന് പറയാം. ഒരു കിളിബോയ് ടൈപ്പാന്ന് ആരെങ്കിലും പറഞ്ഞു? കിളിബോയ് ടൈപ്പ് എന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ചിലപ്പം ആവശ്യമില്ലാത്തടത്ത് മിണ്ടാത്തോണ്ടായിരിക്കും. അത് എനിക്ക് കിളി പോയതായിട്ട് തോന്നിയിട്ടില്ല. ആവശ്യമുള്ളപ്പോ മാത്രം മിണ്ടാറുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നിയത് സ്റ്റാർ സിംഗറായിട്ട് അനുബന്ധിച്ചാ ചോദിക്കുന്നെങ്കിൽ ഫസ്റ്റ് റൗണ്ടില് ഇത്രയും ലൈറ്റ് ഒക്കെ കാണുന്ന ആദ്യത്തെ ഒരാളെന്ന രീതിയിൽ ചിലപ്പോൾ ലിറിക്സ് ഒക്കെ മറന്നു പോവാം, അത് ഓബ്വിയസ്ലി. അപ്പൊ അങ്ങനെ എനിക്ക് സംഭവിച്ചു. അപ്പൊ അവര് പറഞ്ഞു ലൈറ്റ് കണ്ടിട്ട് കിളി പാറി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ടാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കിളി പോയ സംഭവമൊന്നും ഇല്ല. പറയുന്നിടത്തില്ല സംസാരിക്കുമോ. ഈ ലിറിക്സ് ഒക്കെ മാറി പോകുന്ന സമയത്ത് മേക്കപ്പ് ചെയ്യാറുണ്ടോ? ഇങ്ങനെ സ്വന്തമായിട്ട് ലിറിക്സ് ഒക്കെ ഒപ്പിച്ച്? വെറുതെ ട്യൂൺ പാടിയാ പോരെ. ഇത് എപ്പോഴാ മനസ്സിലായത് പാട്ട് പാടുന്ന ഹോബിയാണോ പാഷനാണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അപ്പൊ അതെങ്ങനെയായിരുന്നു? അത് ആക്ച്വലി ഒരു ഹോബി പോലെ ആയിരുന്നു. ആക്ച്വലി ഞാൻ അതിന് കരിയറായിട്ടൊന്നും കണ്ടിരുന്നില്ല. പിന്നെ ഈ സ്റ്റാർ സിംഗറൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും അതിന്റെ ഒരു സാമ്പത്തിക വശം കണ്ടപ്പോഴാണ് കരിയറായിട്ടും എടുക്കാം എന്ന് തോന്നിയത്. അപ്പോ സ്റ്റാർ സിംഗറിലേക്കുള്ള ഒരു വഴി എങ്ങനെയായിരുന്നു? സ്റ്റാർ സിംഗറിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ PG കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ ഓഡിഷനിലേക്ക് പോയി. ഓഡിഷനിൽ പോയിട്ട് ലൈക്ക് ഒരു 3rd റൗണ്ട് 4th റൗണ്ട് ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കിട്ടുമായിരിക്കും. പിന്നെയും റൗണ്ട്സ് ഉണ്ട് ഫൈനൽ റൗണ്ടിലേക്കൊക്കെ. അപ്പൊ കിട്ടിയാലും ഇല്ലെങ്കിൽ ഞാനും ശ്രീരാഗം ഒക്കെ ആയിരുന്നു ഒരുമിച്ച്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ കിട്ടിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പോയി. അങ്ങനെ കിട്ടി. ഫൈനൽ ഓഡിഷൻ ആയപ്പോഴും കിട്ടി. വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, പക്ഷെ ലാസ്റ്റ് അവർ സെലക്ട് ചെയ്തു. അപ്പം പിന്നെ എൻട്രി ആയ സ്ഥിതിക്ക് എന്തായാലും പാടി നോക്കാന്ന് പറഞ്ഞ് അങ്ങ് പോയതാ. ഇവിടെ വരെ എത്തി. വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏതായിരിക്കും അത്? ഓ ദിൽറുബാ ഇനി സംഗമോത്സവം, ഓ ദിൽറുബാ ഇനി സംഗമോത്സവം, നിന്റെ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണോ ഞാൻ, ഓ ബാദശാ ഇത് സ്വർഗസംഗമം, ഓ ബാദശാ ഇത് സ്വർഗസംഗമം. ഗൂഗിള് ഇപ്പോ ഐഡിയ സ്റ്റാർ സിംഗറിലായാലും പാട്ട് പാടിയിട്ട് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ പാട്ട് ഏതാണ്? ഒരുപാട് പാട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാട്ട് ഏതാണ്? ഞാൻ ഓമനെ നീ ഒരു ഓമൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, രവീന്ദ്ര മാഷിന്റെ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം ഇൻഡിവിജ്വലി ഫസ്റ്റ് ഗോൾഡൻ സ്റ്റാർ കിട്ടുന്ന ആ പാട്ടില്ല. അപ്പൊ അതെനിക്ക് എപ്പോഴും ഒരു ഓർമ്മ പോലെ. അതൊന്ന് പാടുമോ? ഓമനെ നീയൊരോമൽ ഭാവനേ
ഗീതമോ കാതരേ നീയൊരെൻ കിനാവിൻ കാവ്യമോ സ്നേഹരാഗലോലമോ നീലാവിൻ സാന്ദ്രമോ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയൊരോമൻ ഭാവഗീതമോ കാതരേ നീയൊരെൻ കിനാവിൻ കാവ്യമോ. നമുക്ക് ഈ പാട്ടുകാരെ കിട്ടുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക. അതെ അതെ. ഈ പണ്ട് ഈ ഐഡിയ സ്റ്റാർ സിംഗർ ഒക്കെ കാണുമ്പോഴേ ജഡ്ജസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംഗതി പോരാ ഭയങ്കരമായിട്ട് ജഡ്ജ്മെന്റ് പറയാറുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ ടി വിയിൽ കാണുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിലെ റീൽസ് അങ്ങനെയൊക്കെയാണ് കാണാറ്. അപ്പൊ ഇപ്പോ ജഡ്ജസ് അത്ര അങ്ങോട്ട് ജഡ്ജ്മെന്റൽ ആവുന്നില്ല, കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയത്. അങ്ങനെയാണോ? ഗൂഗിൾ എന്താ തോന്നുന്നത്? അല്ല, ഈ ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ പിള്ളേരും അടിപൊളിയാണ്, പഴയതും അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇത് റിലീസ് ആവുന്നുണ്ട്, ഒരു എന്റർടൈൻമെന്റ് പോലെ ഇത് കാണുന്നത്. അപ്പൊ അതിലിങ്ങനെ മസിൽ പിടിച്ചിരുന്നാൽ അത് വർക്കൗട്ട് ആവില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ എക്സ്പ്രസ് ചെയ്തു, നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ചിലപ്പോൾ നല്ലതാണെങ്കിൽ ഉള്ളിലുണ്ടായിരിക്കും, ചിലപ്പോൾ മാർക്കിൽ അത് റിഫ്ലക്ട് ചെയ്യും, പക്ഷെ അധികം പറയത്തില്ല. അപ്പൊ ഇപ്പം അത് കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കാണുന്നവർക്കും നല്ലതാ, പാടുന്നവർക്കും നല്ലതാ. ഒരു സ്ട്രെസ് റിലീസും കൂടിയാണ് ഈ ജഡ്ജസിന്റെ കോമഡി ഒക്കെ കേൾക്കുമ്പോൾ. അതെ അതെ അതെ. എന്താ തോന്നാറ് ഈ ജഡ്ജസ് ആയിട്ട് ഈ കോമഡി കട്ടൊക്കെ പിടിക്കാൻ പ്രിപ്പറേഷൻസ് വല്ലതുണ്ടോ പാട്ടിനോടൊപ്പം? ഇല്ല, അങ്ങനൊന്നും ഇല്ല. നമുക്ക് അപ്പൊ വരുന്നത് പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊരു പ്ലാറ്റ്ഫോം? ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയോ? പുതിയതായിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻസിന് ആ സുഹൃത്തുക്കളോടൊപ്പം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സുഹൃത്തുക്കളെ ഡെഫിനറ്റ്ലി കിട്ടി. ഇപ്പം സ്റ്റാർ സിംഗറിലുള്ള എല്ലാവരുമായിട്ട് തന്നെ കോണ്ടാക്ട് ഉണ്ട്. അപ്പം അത് ഡെഫിനറ്റ്ലി അത്. പിന്നെ പാട്ടുപരമായി എന്തുണ്ടെങ്കിലും എല്ലാവരെയും വിളിച്ച് സംസാരിക്കാം. പിന്നെ എന്താ, ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഇപ്പം അവരുടെ കൂടെ കൊളാബ് ചെയ്യണമെങ്കിലൊക്കെ അവരൊക്കെ വിളിച്ച് സംസാരിച്ചാൽ നമുക്ക് സെറ്റാണ്. നിങ്ങൾ എല്ലാരും കൂടി വല്ല ബാൻഡൊക്കെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്? എല്ലാവരും കൂടെ ബാൻഡ് തുടങ്ങിയാൽ അത് വലിയൊരു പൈസ ആവും. അത് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, ഇല്ലാതല്ല. പക്ഷെ പരിപാടി എടുക്കണ്ടേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോണ്ടാക്ട് ചെയ്താൽ മതി, നമ്മളെല്ലാം സെറ്റ് ആക്കാം. എന്താണ് ഇപ്പൊ ഗൂഗിളിന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻ എന്താണ്? ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ പോലെ എൻ്റെ സ്വന്തം ഒരു ബാൻഡ് ഫോം ചെയ്തിട്ടുണ്ട്, ഗോകുമാർ ലൈവ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഈയിടെ കുറച്ച് ജാമിങ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും അടിപൊളിയാണ്, കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. ഇപ്പം അവരായിട്ടാണ് കൊളാബ് ചെയ്യുന്നത്. അപ്പം ഒരു 2-3 ജാമിങ് സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഒരു എക്സൈറ്റഡ് ഫേസിലാണ് നിൽക്കുന്നത്. കാരണം അത്ര നല്ലൊരു ഔട്ട് വന്നു. ഇനിയിപ്പോൾ അതിൻ്റെ 1-2 വീഡിയോസ് ഇറങ്ങാനുണ്ട്, കുറച്ച് ഒറിജിനൽസ് ലൈവ് ഷോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതാണ് ഇനിയിപ്പം മെയിനായിട്ട്. അല്ല, ഈ മാസം തന്നെ ഈ വീഡിയോസ് ഇറങ്ങും. അപ്പൊ ലൈവ് ഷോസ് 1-2 ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ കാര്യങ്ങള് ആവുമ്പം അറിയിക്കാം. എങ്ങനെയായിരിക്കും കോണ്ടാക്ട് ചെയ്യേണ്ടി വരിക? ഗൂഗിൾ കോണ്ടാക്ട് ചെയ്ത വെറുതെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് മതി. ഞാൻ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം. അല്ല, ഇങ്ങനത്തെ ഷോസിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഡെഫിനറ്റ്ലി. ഇപ്പൊ ഈ നമ്മൾ ഈ സ്റ്റാർ സിംഗറിൽ നിൽക്കുന്ന ഒരു സമയത്താവുമ്പോഴേ പാട്ട് പാടുമ്പോ എന്താ ഇങ്ങനെ തോന്നുന്നത്? അതായത് ഈ പാട്ട് പാടുമ്പോൾ ഒരു എസ്കേപ്പിസം ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണോ, ഒരു ഹീലിംഗ് ആണോ? ഓരോ പാട്ട് പാടുമ്പോ ഓരോ ഫീൽ അല്ലേ? ഇപ്പൊ ഗൂഗിളിന് അങ്ങനെ എന്തൊരു ഫീലാണ്? അതിപ്പോ പാട്ടനുസരിച്ചിരിക്കും. ചില പാട്ടുകൾ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് പാടാൻ പറ്റും, ചിലത് അടിച്ചുപൊളിയാണെങ്കിൽ നമ്മൾ ആ ഒരു വൈബില് പാടും. അപ്പൊ ഓരോ പാട്ടിന്റെ ഒരു സംഭവം അനുസരിച്ച് ഫീൽ ചെയ്യും. റോക്ക് സ്റ്റാർ ഫിലിമില്ലേ, ഹിന്ദി, അപ്പൊ അതിൽ പറയുന്നുണ്ട് നമുക്ക് ഒരുപാട് പെയിൻ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പാടാൻ പറ്റുന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോ എന്താ പറഞ്ഞ, പെയിനായിട്ട് അങ്ങനെ വലിയൊരു പെയിൻ ഇല്ല. അതുണ്ടെങ്കിൽ നമുക്കിപ്പം എന്താ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി, അതിൽ നിന്നൊരു പാട്ടുണ്ടായാൽ നമ്മൾ അതിനെ പറ്റി ആലോചിച്ച് കുറച്ചും കൂടെ ഇമോഷണലി കണക്ട് ആയിട്ട് പാടുമായിരിക്കും. അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇമോഷണലി കണക്ട് ചെയ്ത് പാടാൻ ശ്രമിക്കാറുണ്ടോ? അതായത് ഇപ്പൊ ഇല്ലാത്തൊരു ഹാർട്ട് ബ്രേക്കിന്? ഇല്ല, അങ്ങനെ ശ്രമിക്കാറില്ല. ഇല്ലാത്തതിനെ ഉണ്ടാക്കാറില്ല. നമ്മൾ ആ പാട്ടൊരു വൈബ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് ഫീൽ ചെയ്ത് പാടാൻ പറ്റും. അതിന് ഇന്ന കാര്യങ്ങൾ ഓർത്ത് ആർട്ടിഫിഷ്യൽ ആക്കണമെന്നില്ല. ഇപ്പൊ 4 years ആയിട്ടുള്ള സിനിമയില് പാടിയിട്ടുണ്ട് പ്രിയ വാര്യറിന്റെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബ്രേക്ക് എടുത്തിട്ടാണ് ഈ ഫിലിമിലേക്ക് വരുന്നത്. അതെങ്ങനെയായിരുന്നു ഒരു ഗ്യാപ്പ്? ആരും വിളിക്കാത്തോണ്ടാ. കാരണം അതായിരുന്നു എന്റെ ഫസ്റ്റ് ഫിലിം.
പക്ഷെ അതിലധികം റെക്കഗ്നൈസ് ആ ചെയ്തിട്ടില്ല. റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. പക്ഷെ ആ പാട്ടുകൾ കുറെ പേര് കേൾക്കാറുണ്ട്. പക്ഷെ ഞാനാ പാടിയെന്ന് അവര് സ്റ്റാർ സിംഗറും അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ആ പാട്ട് ഒന്ന് പാടാമോ? പാടാം ഞാനാണ് പാടിയത്. പാടാം പാടാം. നിറമിഴികൾ മായാതെന്നിൽ നീറുമ്പോഴും തണലുകളാൽ തീരത്തെത്തും തൂവൽ മേഘം ഇതുവരെയൻ കാണാപ്പൂക്കൾ പൂക്കും പോലെ ഉയരുകളാലൊന്നാകുന്നു വീണ്ടും വീണ്ടും എന്നിൽ ശ്വാസം ചൂടേറുമ്പോൾ നെഞ്ചിൻ നാദം വേഗം വേഗം കണ്ണിൻ താളം നീയാകുമ്പോൾ ചുണ്ടോട് ചുംബിക്കാമോ ഓ ഉള്ളാകെ നിൻ ഗന്ധം തീയാളും നിൻ ബിംബം ഉള്ളാകെ നിൻ ഗന്ധം തീയാളും അന്ന് ഈ പാട്ടിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? ഈ പാട്ടിലേക്ക് എൻ്റെ ഒരു കവർ സോങ് കണ്ടതാണ്. വണ്ടർവേൾ മീഡിയയില് ഇങ്ങനെ യൂട്യൂബ് ചാനലില് അത് കണ്ടതാ. അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ വിളിച്ചു. ആ സമയത്ത് എന്നിട്ട് ഓർത്തോ ഒരു പാട്ട് പാടി സ്വന്തമായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ, യെസ് ഞാൻ ചെയ്തു, അതിനുശേഷം വേറൊരു ഓപ്പർച്യൂണിറ്റീസ് വരാണ്ടിരിക്കുമ്പോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വിളിക്കുമല്ലോ. ചിലപ്പം അവരുടെ അല്ലെങ്കിൽ ആ ഒരു ട്യൂണിന് ചിലപ്പോൾ എന്റെ വോയിസ് ആയിരിക്കില്ല പറ്റുന്നുണ്ടാവുക. അപ്പം പിന്നെ എല്ലാത്തിനും അതിന്റെ ഒരു സമയമുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അല്ലാതെ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ വിഷമം അങ്ങനെയൊന്നുമില്ല. ഇതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് പറഞ്ഞിട്ടാണോ സ്വന്തമായിട്ട് ആശ്വസിക്കാറ്? അല്ല, എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ട്രാക്ക് തന്നെ ഞാൻ ശരിക്കും ഞാൻ പാടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ തന്നെ പാടണമെന്ന് വിചാരിച്ചോണ്ടായിരിക്കും. കാരണം 1, 2, 3 പ്രാവശ്യം, ആദ്യത്തെ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ എനിക്ക് വേറൊരു സ്ഥലത്തായിരുന്നു വരാൻ പറ്റി. തുടരുമില്ലേ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറൊരു പരിപാടിയായിട്ട് ലോക്കായി പോയി. കാരണം ഇത്രയും വലിയൊരു പാട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സിനിമയിൽ ഒരാൾ അവൈലബിൾ അല്ലെങ്കിൽ നെക്സ്റ്റ് പെട്ടെന്ന് തന്നെ അടുത്ത ആൾ പാടും. പക്ഷെ അത് കഴിഞ്ഞിട്ടും 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നു. പിന്നെ അത് പാടിയിട്ടും അത്ര അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. എന്നിട്ട് വീണ്ടും പാടി. പിന്നെ എനിക്ക് വേറൊരു പ്രോഗ്രാമിന്റെ ഒരു റെക്കോർഡിങ് വിളിച്ചപ്പോൾ അന്നും വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ അത് വിളിച്ചിട്ട് അത് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ ഓക്കെ സമ്മതിച്ചു എന്നാൽ ഇതിന് പൊക്കോ. അപ്പൊ എല്ലാം ഇങ്ങനെ കറങ്ങി കറങ്ങി കറക്റ്റ് ആയിട്ട് വന്നു. ലൈക്ക് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ പാടണമെന്ന് ആരെങ്കിലും ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പാടിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സംഭവിക്കുന്ന എല്ലാം നല്ലതിനെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം അപ്പൊ നമുക്കൊരു ആശ്വാസം. അങ്ങനെ ഡയലോഗ് ഉണ്ടോ? ഉണ്ടല്ലേ? എന്നാ നല്ലതിന്. കാരണം എനിക്കിപ്പം ഈ സ്റ്റാർ സിംഗറിലാണെങ്കിൽ തന്നെ കഴിഞ്ഞ സ്റ്റാർ സിംഗറിന് ഓഡിഷൻ പോയപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ സ്റ്റാർ സിംഗർ ഞാൻ ഓഡിഷൻ പോയപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ സ്റ്റാർ സിംഗർ കുറച്ചും കൂടെ പോപ്പുലർ ആയിരുന്നു. അപ്പൊ ചിലപ്പോൾ അത് കിട്ടാഞ്ഞത് ഇതിൽ കിട്ടാനായിരിക്കും. അതിൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ സീസണിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇതാണോ ഗൂഗിളിലെ ഗോ ടു ഗോ മന്ത്രം? മേ ബി വേണമെങ്കിൽ അങ്ങനെ പറയാം. എല്ലാം നല്ലതിനാണ് സംഭവിക്കുന്നതെന്ന്. ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണോ? അങ്ങനെ ഒരു അന്ധമായി വിശ്വസിക്കണമെന്നാണ്. പക്ഷെ അങ്ങനെ ഭയങ്കര ഒരു ഭ്രാന്തമായ വിശ്വാസമൊന്നും ഇല്ല. നമ്മൾ നമ്മുടെ പരിപാടി ചെയ്യുക, പിന്നെ നേച്ചറിന്റെ ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവും എന്ന് ഞാൻ തീരുമാനിക്കുന്നു. എപ്പോഴെങ്കിലും ഉറക്കത്തിനിടക്കൊക്കെ ആലോചിക്കാറുണ്ടോ, ഞെട്ടി ഉണർന്നിട്ട് ഇത് ശരിയാണോ, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിലാണോ പോകുന്നത്? ഉറക്കത്തിനാണെങ്കിൽ ഉറക്കം മാത്രം, വേണമെന്ന് അങ്ങനത്തെ ചിന്തിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു മൊമെന്റിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഞാൻ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ എടുക്കുന്നത്? അങ്ങനെ ഇതുവരെ ചിന്തിക്കാനുള്ള ഒരു ഇടം കിട്ടിയിട്ടില്ല. കാരണം എപ്പോഴും എൻഗേജ്ഡ്, വെറുതെ ഇരിപ്പ് ഇല്ല. ഇപ്പം എന്താ കോളേജ്, ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് PG ഉടനെ തന്നെ ജോയിൻ ചെയ്തു. PG കഴിഞ്ഞ് സ്റ്റാർ സിംഗറായി. സ്റ്റാർ സിംഗർ കഴിഞ്ഞ് ഇപ്പൊ ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ ഇന്റർവ്യൂസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് ആ ഒരു സമയത്ത് ഞാൻ ഒരു രസത്തിന് പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴെങ്കിലും പാട്ട് പാടിയിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ ഉണ്ടോ? ഭയങ്കര ഒരു സന്തോഷത്തിലൊക്കെ അല്ലെ, ഒരു എക്സൈറ്റ്മെന്റില് ഐ ഡിഡ് ഇറ്റ്? പാട്ട് കേട്ട് കരഞ്ഞിട്ടുണ്ട്, പക്ഷെ പാട്ട് പാടി കരഞ്ഞിട്ടില്ല. സ്റ്റേജ് പെർഫോമൻസിലായാലും ഒരു അത്രയും ഒരു എക്സൈറ്റ്മെന്റ് വന്നിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു ആനന്ദാശ്രു
ആനന്ദാശ്രുവായിട്ട് അങ്ങനെ ഒന്നും വന്നില്ല. പക്ഷെ ഭയങ്കര, ഞാൻ ഈയിടെ ദുബായിലൊരു ഷോവിന് പോയപ്പം ഞാൻ പാടിയ പാട്ട് എല്ലാവരും ഏറ്റു പാടി, ഇങ്ങനെ മറ്റേ ഫ്ലാഷ് ഒക്കെ അടിച്ച് ഞാൻ ഇങ്ങനെ പാടുമ്പോൾ അപ്പം എനിക്കൊരു ചെറിയ സന്തോഷം ഉണ്ടായിരുന്നു. ഈ ഫാമിലിയിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഗോകുലിന്റെ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞത്? എൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് എനിക്ക് തോന്നുന്നു, ഞാനിങ്ങനെ ചെറുതായിരുന്നപ്പം ഇങ്ങനെ ഭജൻസ് അങ്ങനെയൊക്കെ പരിപാടിക്ക് പോകുമായിരുന്നു. അപ്പം ഒരു ചേട്ടൻ്റെ ഡോലക്കുണ്ട്. അപ്പം ആ ചേട്ടനെ കൊട്ടാൻ അനുവദിക്കാതെ ഞാനതിപ്പോഴും ഇങ്ങനെ തട്ടി 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 ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചേട്ടൻ ആ സാധനം എനിക്ക് വീട്ടിൽ മേടിച്ചു തന്നു. അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടനാണ്. അപ്പം അന്ന് എന്തോ ഒരു മ്യൂസിക്കിലേക്കൊരു ചെരിവുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിലെ ടൂറ് പോകുമ്പം ബസ്സിൽ ഇങ്ങനെ മൈക്കിലൊക്കെ അവർ പാട്ട് പാടില്ലേ, അപ്പോൾ ഒരു അങ്കിള് തന്നെ, ആ അങ്കിള് തന്നെ എപ്പോഴും പാടണം. അപ്പം അങ്കിൾ കുറച്ചൊരു സീനിയർ ആയിട്ടുള്ള അങ്കിളാണ്. അപ്പോൾ ആരും അങ്ങനെ ആ പുള്ളിയുടെ അങ്ങനെ മൈക്ക് ചോദിക്കത്തില്ല. ഞാൻ ചെറുതല്ലേ, ഞാൻ എല്ലാം തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് പാടും. അതൊരു 4 വയസ്സ് ഒക്കെ ഉള്ള സമയത്ത്. അപ്പം അച്ഛനമ്മയ്ക്ക് ഒരു ഫീൽ അടിച്ച് എന്തോ പാട്ട് പാടാൻ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അങ്ങനെ പഠിപ്പിക്കാൻ വിട്ടു. ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടാൻ ഇഷ്ടമാണോ? ഡിവോഷണൽ സോങ്സ് പാടാൻ ഇഷ്ടമാണ്. അതിനൊരു ഫ്ലേവർ കുറച്ചും കൂടെ മാറിയാണല്ലോ. അപ്പോൾ നമുക്ക് പാടുമ്പോൾ ചിലപ്പോൾ ഭക്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ പാടുന്ന കേൾക്കാൻ ഒരു രസമുണ്ട്. അപ്പം അങ്ങനെ പാടാൻ ഇഷ്ടം. ദയാ കരോ ഗുരുനാഥ കൃപ കരോ ഗുരുനാഥ ദയാ കരോ ഗുരുനാഥ കൃപ കരോ ഗുരുനാഥ ഭോഗേന്ദ്ര യോഗീന്ദ്ര ഗുരുനാഥ ഭോഗേന്ദ്ര യോഗീന്ദ്ര ഗുരുനാഥ ശ്രീരാമനാമ സിദ്ധാന്ത ഗുരുനാഥ ശ്രീരാമനാമ സിദ്ധാന്ത ഗുരുനാഥ ദയാ കരോ ഗുരുനാഥ കൃപ കരോ ഗുരുനാഥ. ഡിവോഷണൽ സോങ്സ് പാടുമ്പോ എന്താ തോന്നാറ്? വേറെ തന്നെ ഒരു ഫ്ലേവർ ആന്ന് പറഞ്ഞു, മനസ്സിലായി. എന്താ തോന്നാറ്? അത് പാടുമ്പോ എന്താ എനിക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാനറിയില്ല. പക്ഷെ എന്തോ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും അത് പാടുമ്പോൾ. പ്രത്യേകിച്ച് ഇത് നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പാടുമ്പോൾ ആൾക്കാർ ഇതിന് ഏറ്റുപാടൽ ഉണ്ട്. അപ്പോൾ ഒരാൾ പാടുമ്പോൾ ബാക്കി എല്ലാവരും ഏറ്റുപാടുന്നു, പിന്നെ വീണ്ടും പാടും. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഒരു നോർമൽ പഴയ ഗോകുകുമാർ എന്നതിലുപരി ഒരു ഫെയിം ആയിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് അപ്പൊ ഈ പഴയ ഗോകുലും ഇപ്പോഴത്തെ ഗോകുലും തമ്മിലുള്ള ഡെയിലി റുട്ടീൻസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഏയ്, ഒരു മാറ്റമില്ല. പഴയ ഗോകുൽ തന്നെയാണ് പുതിയ ഗോകുല്. പക്ഷെ അത് ആൾക്കാർക്ക് അറിയാവുന്നതേ ഉള്ളൂ. സെയിം ഇത് തന്നെ, പണ്ടത്തെ പോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഈ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ആളുകൾ ചിലപ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ആളുകള് ഗൂഗിളിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് ഗൂഗിൾ വിചാരിക്കുന്ന കാര്യം എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാട്ടായിരിക്കാം, ചിലപ്പോ നമ്മളെ ആക്ഷൻസ് ആയിരിക്കാം, ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കാം. അങ്ങനെ ആളുകള് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് ഗൂഗിൾ വിചാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈയിടെ എന്തോ നമ്മളെന്തോ ഷോ കഴിഞ്ഞിട്ട് രാത്രി ഗുരുവായൂർ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര കോവിഡോ പനിയോ എന്തോ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു. പനിയുടെ എന്തോ. അപ്പൊ നമ്മളെല്ലാം മാസ്ക് ഇട്ടിട്ടാ പോയെ. പിന്നെ അതുപോലെ ഗുരുവായൂരെല്ലാം പോയി രാത്രി ഒരു പുലർച്ചെ 3 മണി സമയമാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോയി. നമ്മളെന്തോ ചായ കുടിച്ച് നിൽക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ആരോ പരിചയപ്പെടാൻ എന്തോ വന്നിരുന്നു. അപ്പൊ ആ പുള്ളി ഇങ്ങോട്ട് വന്ന് സംസാരിച്ചുമില്ല. അപ്പൊ നമുക്ക് അവരെ അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മളെ ചായ കുടിച്ച് നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാനെന്തോ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഇവൻ ഭയങ്കര ജാടയാണ്, ഇവൻ നമ്മളെ കണ്ട മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ. അപ്പം ചിലപ്പോൾ അങ്ങനെ മിസ്റീഡ് ചെയ്യാറുണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ. നമ്മളെങ്ങനെയാണോ ഇപ്പം നമ്മളെ ആൾക്കാർ അറിയുന്നുണ്ട് ഇല്ല എന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ ചെല്ലുന്നു, നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കുറച്ചൊരു ജാടയാണെന്നൊക്കെ ഇങ്ങനെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ അതുപോലെ തന്നെ. പക്ഷെ നമ്മളിങ്ങനെ ആൾക്കാർ അറിയപ്പെടുന്ന ഒരു ആളാകുമ്പോൾ എല്ലാവരും കണ്ടിങ്ങനെ ഒരു പ്രസന്റബിൾ ഫേസ് വെക്കണം എന്നുള്ളത് ഞാൻ ചിലപ്പം വിട്ടുപോകും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേര് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതാണ് അതിൻ്റെ റീസൺ.
ശരിക്കും അങ്ങനെ ജാടില്ലാത്ത ആളാണോ? ജാട ഉണ്ടാവേണ്ട ആവശ്യമില്ല, അതിന് തക്ക ഉള്ളൊരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണ് ഗൂഗിളിന്റെ ഡെഫിനേഷൻ ഓഫ് സക്സസ് എന്ന് പറയുന്നത്? നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് ഇഷ്ടമുള്ളൊരു ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്യണം. അതൊരു ലെവൽ ഓഫ് സക്സസ് ആണ്. അതിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ബെസ്റ്റ്, ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ നമ്മൾ എല്ലാ റൂട്ട്സിലും ശ്രമിച്ച്, ഇപ്പം നമ്മളൊരു പാട്ടുകാരനാന്നും പറഞ്ഞ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരോടും ഇങ്ങനെ പോയി ചോദിച്ച് ഇതാണ് എൻ്റെ പാട്ട്, ഞാൻ ഇങ്ങനെയാണ് ഞാൻ സൗണ്ട് ചെയ്യുന്നത്, എല്ലാവരും ഇങ്ങനെ അറിയിച്ചിട്ട് നമ്മളെല്ലാം അത്ര ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആയി. ബാക്കി കിട്ടിയോ കിട്ടാതിരിക്കുന്നതൊക്കെ കിട്ടും. അത്ര നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. ഹാർഡ് വർക്കിൽ വിശ്വസിക്കുന്ന ആളാണ്. ഹാർഡ് വർക്കിലുപരി എല്ലാത്തിനും അതിൻ്റെ ഒരു സ്പേസ് കൊടുക്കണേ. 24 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു നമുക്ക് ഈ പറയുന്ന പോലെ ഫെയിലിയർ പോലും നമ്മൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം ഹാർഡ് വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക, ചില്ല് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കേണ്ട സമയത്ത് അത് ചെയ്യുക, എല്ലാം ചെയ്യുക. പക്ഷെ നമ്മുടെ ഒരു ഗോളിൽ ഫോക്കസ്ഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക, സെൻസിബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതെ, ഗൂഗിളിന്റെ ഏറ്റവും ഒരു മോശമായിട്ടുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ലോവസ്റ്റ് പോയിന്റിൽ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ആരാണ്? എല്ലാം ശരിയാടാ, ഓക്കെ ആടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫാമിലി ആയിരിക്കാം. മനസ്സിലായി. പേരൻസ് തന്നെയാണ്. പേരൻസും പിന്നെ ഒരു പരിധി വരെ എനിക്കിങ്ങനെ വോയിസ് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് പോവും. ഇപ്പൊ ശ്വാസങ്ങൾ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും അതിന് മുമ്പാണെങ്കിലും എനിക്കൊരു പെർട്ടിക്കുലർ ഒരാൾക്കൊരു കൈൻഡ് ഓഫ് സ്റ്റൈൽ ഓഫ് സിംഗിങ് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ എല്ലാം കൂടി ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ചിലപ്പം വോയിസ് പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര നിരന്തരമായിട്ട് അച്ഛനും അമ്മയും ഇങ്ങനെ ടോർച്ചർ ചെയ്യും, അമ്മ എൻ്റെ സൗണ്ടില്ല അങ്ങനെയൊക്കെ. അപ്പോൾ അവർ ടീച്ചർക്ക്, കാരണം അന്ന് ഞാൻ ഒന്നിലും പാടുന്നുമില്ല, പിന്നെ ഇവരെന്തിനാ പാടുന്നതെന്ന് ഇവർ ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ മുറിയിൽ അടച്ചിരുന്ന് വെറുതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ഒരു പരിധി വരെ ചിലപ്പോൾ അവർക്ക് കുറച്ച് അനോയിങ് ആയിട്ട് വരെ തോന്നിയിട്ടുണ്ടായിരിക്കാം. അത് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരാളാവണമെങ്കിൽ ഞാൻ ഇന്ന് കിടന്ന് ഇങ്ങനെ പാടണം എന്നുള്ളൊരു തോട്ട് എനിക്കുള്ളത് കൊണ്ട് ഞാൻ ത്രൂ ഔട്ട് ഇങ്ങനെ പാടുമായിരുന്നു. അങ്ങനെ അതിന്റെ ഫലമായിട്ട് എൻ്റെ വോയിസ് പോയി. അപ്പൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവിടുത്തെ ഡോക്ടേഴ്സും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അതിലുപരി എൻ്റെ പേരൻസും അവരെന്നെ വോയിസ് സ്ട്രെയിൻഡ് ആയി, പാടാൻ തീരെ പറ്റുന്നുണ്ടായില്ല. അപ്പൊ എനിക്കാണെങ്കിൽ പാടാതിരിക്കാനും പറ്റത്തില്ല, വോയിസ് റെസ്റ്റ് എടുക്കാനും പറ്റത്തില്ല, ഞാൻ വീണ്ടും പാടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ലോ ആവും, കാരണം എല്ലാവരും പാടുന്നു, എനിക്കാണെങ്കിൽ പാടാൻ പറ്റുന്നില്ല, കുറച്ച് പാടി തന്നെ തൊണ്ട പോകുന്നു. ആ സമയത്തൊക്കെ പേരൻസ് ആണ് സപ്പോർട്ട് നിന്നിട്ടുള്ളത്. നീ കുറച്ച് റെസ്റ്റ് എടുക്കുക, കുറച്ചു നേരം മിണ്ടാതിരിക്കുക, അപ്പൊ ശരിയാവും. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ശരിയായിട്ടും ഉണ്ട്. അപ്പൊ അവരായിരുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം. ഇപ്പൊ ഗൂഗിളിനെ പോലെ ഒരുപാട് ചെറുപ്പക്കാരികള് ഈ ഒരു ഫീൽഡിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇപ്പൊ ഇതുപോലെ ഒരു ഐഡിയ സ്റ്റാർ സിംഗർ പോലെയോ അല്ലാതെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ചില ആളുകൾക്ക് ഗൂഗിൾ നേരത്തെ പറഞ്ഞു, എനിക്ക് ആദ്യ ഓഡീഷന് പോയപ്പോൾ കിട്ടിയില്ല, പിന്നീടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇതുപോലെ കുറച്ച് പോയി പിന്നെ മനസ്സ് മടുക്കുന്ന ആളുകളെല്ലാം ഉണ്ടാവും. അങ്ങനത്തെ ഒരു ആളുകളോട് ഇതൊരു എക്സ്പീരിയൻസ് ചെയ്ത ആള് എന്ന നിലയിൽ എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ള ആൾക്കാരോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിലേക്ക് അല്ലെങ്കിൽ ആർട്ടിനോട് ട്രൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നതിൽ 100% കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, അത് പ്രസന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ കിട്ടിയില്ലാതെ എന്തെങ്കിലും ഇപ്പം ഞാൻ ചിലപ്പോൾ സ്റ്റാർസിംഗറിൽ വന്നു അല്ലെങ്കിൽ ഈ പാട്ട് പാടി, ഇതൊന്നും ഇപ്പം കിട്ടാത്ത ആളായിരിക്കും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നത്. അയാൾ ചിലപ്പം ഇത്രയും വർഷങ്ങൾ കൊണ്ട് വീട്ടിലിരുന്ന് പാട്ട് പഠിച്ച് അല്ലെങ്കിൽ എഴുതി അതിൻ്റെ ഒരു പ്രോസസ്സിലായിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടം അറിയാലോ, ഒരു പാട്ട് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പം അതുവേണ്ടി അങ്ങനെ നമ്മൾ നിരാശപ്പെടരുത്, കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. കീപ് ട്രൈങ്, ഏതെങ്കിലും ഒരു പ്രാവശ്യം ഹിറ്റാവും. അതുകൊണ്ട് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ ഗൂഗിൾ തുടരുമെന്ന സിനിമയിൽ പാടിയതിനു ശേഷം ആളുകൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു സോങ്ങും ഒരു വോയിസും കൂടിയാണ്. പിന്നെ അടുത്തൊരു പാട്ട് പാടുമ്പോൾ ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവില്ലേ? അപ്പൊ ഗൂഗിൾ ഇങ്ങനെ തോന്നാറുണ്ടോ, എനിക്ക് എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനൊക്കെ ഒരു തോന്നാറുണ്ടോ? അങ്ങനെ ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അല്ല, ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ ഇനി അടുത്ത പാടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ടെൻഷനൊന്നും ഇല്ല, അങ്ങനെ പറ്റട്ടെ. ഏത് ലാംഗ്വേജിൽ പാട്ട് പാടുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുള്ളത്? എല്ലാം കംഫർട്ടബിളാണ്. ഹിന്ദിയിലാണെങ്കിൽ ചില പാട്ടുകൾ ഇഷ്ടമാണ്, തമിഴില് ചിലത് കംഫർട്ടബിൾ ആണ്, മലയാളത്തിൽ കംഫർട്ടബിൾ ആണ്. ഇപ്പോ ഹരിഹരൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തു. ഇനിയിപ്പോ ഗൂഗിളിന് ആഗ്രഹമുള്ളത് ആരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണം എന്നാണ്. മനസ്സിലുണ്ടാവില്ലേ, എനിക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാം, ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും, അങ്ങനെ ആരാണുള്ളത്?
അങ്ങനെ എനിക്ക് വിദ്യാജിയുടെ ഒരു പാട്ട് പാടിയ കൊള്ളാമെന്നുണ്ട്. പിന്നെ അതുപോലെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ബിജി ബാൽ സാറിന്റെ പാട്ട് ഒരെണ്ണം പാടിയ കൊള്ളാമെന്നുണ്ട്. പിന്നെ AR റഹ്മാൻ, ഇളയരാജ അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. പക്ഷെ എന്നാലും ചെറിയൊരു ആഗ്രഹം പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇളയരാജ സാറിന്റെ ഒരു പാട്ട് പാടാൻ പറ്റും? ശ്വാസങ്ങൾ പാടിയൊരു പാട്ട് തന്നെ പാടാം. ചിന്നത്തായവൾ തന്തരാസാവേ, മുള്ളിൽ തോன்றிய സിന്നരോസാവേ, ചിന്നത്തായവൾ തന്തരാസാവേ, മുള്ളിൽ തോன்றிய சின்னரோசாவே, சொல்லவாரோ நம் சொந்தங்கள் யார் யாரோ, உந்தன் கையில் ஏண்டா நேரோ, சின்னத்தாயவள் தந்தராசாவே, മുള്ളിൽ തോன்றிய സിന്നരോസാവേ. ഭാവിയിൽ പാട്ട് കമ്പോസ് ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ഡെഫിനറ്റ്ലി. നമുക്കൊരു സ്വന്തമായിട്ടൊരു ഒറിജിനൽ ഒക്കെ ഇറക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതിന്റെ എഴുതിയിട്ട് പാട്ട് എഴുതിയിട്ട് പാട്ട് എഴുതാൻ എനിക്ക് പറ്റുമെന്ന് അറിയില്ല. ഡെഫിനറ്റ്ലി ഒരു ട്യൂൺ എന്തായാലും ഉണ്ടാക്കും. അതിപ്പോ വേറൊരു ലിറിക്സ് അസിസ്റ്റിനെ വെച്ച് എന്റെ ഒരു തീം പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അതിന്റെ ട്യൂൺ വേഗം തന്നെ വരും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ കൂടുതലും ആളുകൾ ഫോക്കസ് ചെയ്യുന്ന ഈ റാപ്പ് സോങ്സിലൊക്കെയാണ്. അപ്പൊ പക്ഷെ അതിന്റെ ഇടയിൽ ഇതുപോലത്തെ തുടരും പോലത്തുള്ള ഒരു സോങ്സ് കുറെ കാലത്തിന് ശേഷം കിട്ടുന്ന ഒരു മെലഡി പോലത്തുള്ള സോങ്സ് ആണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കാറുണ്ട്, ഈ ഹുക്കൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫാസ്റ്റ് നമ്പേഴ്സ് അല്ലാത്തൊരു സോങ് മലയാളത്തിന് വേണം, അങ്ങനൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ടോ? അങ്ങനത്തെ പാട്ടും നമുക്ക് വേണം. അല്ല, എല്ലാ തരത്തിലുള്ള പാട്ടുകളും വേണം. എനിക്ക് തോന്നുന്നത് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പൊതുവെ സിനിമകളിൽ എനിക്ക് തോന്നുന്നു പാട്ടുകൾ കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം പാട്ട് ആസ് സച്ച് ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറി തുടങ്ങി. സിനിമകളിൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 1-2 പാട്ടുകളൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ, കൂടുതലും മോസ്റ്റ് ഓഫ് ദ ഫിലിംസിൽ. അപ്പം ഒറിജിനൽസ് ഇറക്കുമ്പം എല്ലാ തരത്തിലുള്ള പാട്ടുകളും ഉണ്ടാകും. ഇപ്പൊ റാപ്പ് സോങ്സിന് ഇപ്പൊ ആ ഒരു റാപ്പ് കൾച്ചർ ഈയിടെ പോപ്പുലർ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. മറ്റേത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട് മെലഡീസ് ഒക്കെ നല്ലത്. അപ്പൊ എല്ലാ തരത്തിലുള്ള പാട്ടുകളും വേണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഫിലിംസില് ഈ പാട്ടുകൾ കുറഞ്ഞു പോകുമ്പോ എന്താ തോന്നുന്നത്, അല്ലെങ്കിൽ എന്താ പറയാനുള്ളത്? അങ്ങനെ കുറയ്ക്കരുത് നമുക്ക്. അല്ല, കുറയ്ക്കരുത് എന്നുള്ളത് അത് വേണമെങ്കിൽ പറയാം. ഇൻ കേസ് ഇപ്പം നമുക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട്, അതായത് നമുക്ക് സ്വന്തമായിട്ട് പാട്ട് ഇറക്കാം അല്ലെങ്കിൽ ഒറിജിനൽ ഇറക്കാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സിനിമകളിൽ ഡെഫിനറ്റ്ലി പാട്ടുകൾ വേണം. കാരണം ആ പാട്ട് ലൈക്ക് സിനിമയുടെ ഒരു സിറ്റുവേഷൻ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാട്ട്. പിന്നെ ഇപ്പം പ്രൊമോഷനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാട്ട് ആദ്യം ഇറക്കി വിടുമ്പോൾ ഹിറ്റായി കഴിഞ്ഞാൽ ആൾക്കാർ സിനിമ കാണും. അപ്പം അങ്ങനെ നോക്കുമ്പം പാട്ടുകൾ കുറഞ്ഞു വരുന്നുണ്ട്, എന്നാലും അത് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. പാട്ടുകൾ കുറഞ്ഞു എന്നുള്ള പേരിൽ എനിക്കങ്ങനെ ഈ പറയുന്ന പോലെ ഞാനൊരു പ്ലേബാക്ക് സിംഗർ മാത്രമാവണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അതും പാടിയാൽ കൊള്ളാം. പക്ഷെ റാപ്പ് സോങ്സ് പാടാൻ താല്പര്യമുണ്ട്. റാപ്പ് സോങ്സ് പാടാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റണ്ടേ? പറ്റുമായിരിക്കും. ഞാൻ അങ്ങനെ ഒരു ട്രൈ ചെയ്തിട്ടില്ല റാപ്പ് അങ്ങനെ. പക്ഷെ ഡെഫിനറ്റ്ലി എനിക്ക് അങ്ങനെ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ട്രൈ ചെയ്ത് നോക്കാം. അത്ര മോശമൊന്നും ആവില്ലായിരിക്കും. നമ്മളെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് മുന്നേ ഗൂഗിളിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാറുള്ളത് സന്തോഷമായിട്ടിരിക്കുക. ഇപ്പൊ കൊറോണയൊക്കെ വരുന്നത് കേട്ടു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പാട്ടുകളൊക്കെ കേട്ട് വീട്ടിൽ തന്നെ മാക്സിമം പാട്ട് കേട്ട് സേഫ് ആയിരിക്കുക. പാട്ടുകളൊക്കെ കേൾക്കുക, പാട്ടുകൾ പാടുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അവസാനമായി ഒരു പാട്ട്, വൈൻഡപ്പ് സെഷന്റെ ഒരു പാട്ട്. ലഗ് ജാഗലേ കി ഭിർ ഹസീ രാത് ഹോ ന ഹോ, लग जा गले की भिर ये हंसी रात हो न हो, शायद फिर इस जन्म में
മുലാഖാത്ത് ഹോ ന ഹോ. താങ്ക് യു ഗോകുൽ. താങ്ക് യു സോ മച്ച്. വിലപ്പെട്ട കുറേ സമയം നമ്മളുടെ കൂടെ പാട്ട് പാടി. താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ ഇപ്പൊ തുടങ്ങിയ ബാൻഡ് ഗോകുൽകുമാർ ലൈവ്, അത് എല്ലാവിധ ആശംസകളും. ഒരുപാട് ഷോസ് ഒക്കെ ആയിട്ട് അതിന് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഒരുപാട് സിനിമകളിൽ ഇനിയും പാടാൻ അവസരങ്ങൾ ലഭിക്കട്ടെ. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.